അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസമാണ് കാണിക്കുന്നത്. ഒരു ദിവസം നമ്മൾ ബാംഗ്ലൂർ പോയൊരു ദിവസമാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ബാംഗ്ലൂർ പോയി രാവിലെ തന്നെ ഒരു 11:45 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് വാപ്പിച്ച് ഞങ്ങൾ ഓട്ടോയിൽ കൊണ്ടുവന്നാക്കി റെയിൽവേ സ്റ്റേഷനിൽ. ആ ഒരു രാത്രിയിലത്തെ ഒരു വ്യൂ ഒക്കെയാണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ കിടന്ന് പോലെ കിടന്നുറങ്ങിയിരുന്നു, ഭായിമാരൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി കൊണ്ടിരുന്നു. ഞങ്ങൾ നേരത്തെ അല്ല, ഞങ്ങൾ ചെന്ന് ഡിലേ ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ചെന്നതിനപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കണ പുള്ളി പട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ എടുക്കാനുള്ളൊരു ഇതാണ് കണ്ടത്. അങ്ങനെ കുറേ നേരം ഇരുന്ന് ഭയങ്കര ഡിലേ ആയിരുന്നു. ഞങ്ങൾ മാത്രം ഉണ്ടാകുന്നുള്ള ഒരു ബോഗിയല്ല ഒരു സ്ഥലത്ത്. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് അവസാനം ട്രെയിൻ വരാറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾ സീറ്റ് കണ്ടുപിടിക്കലായിരുന്നു. ഞങ്ങൾ സീറ്റ് കണ്ടുപിടിച്ച് ഇങ്ങനെ രാത്രി ആയിരുന്നു, പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങി. രാവിലെ ഇപ്പോൾ ചായ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടും ചായ കൊണ്ട് പോകേണ്ടായിരുന്ന ആൾക്കാർ. ഞങ്ങൾ രാവിലെ തന്നെ നിന്നിട്ടിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിരുന്നിരിക്കുക. നല്ല മഴയും ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് അവസാനം സ്ഥലമെത്തി ഇറങ്ങാറായി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ലാസ്റ്റ് സ്റ്റോപ്പ് ട്രെയിനിൻ്റെ. അങ്ങനെ എല്ലാം തീർന്നു, എല്ലാവരും ഇറങ്ങി. എല്ലാ സ്റ്റോപ്പിൽ ഇറങ്ങിയ എല്ലാവരും എല്ലാവരും കൂടി ഇവിടെ ഇറങ്ങണം. മംഗലാപുരം സ്റ്റോപ്പ് അവസാനം. അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങി. ഞങ്ങൾക്ക് വഴിയൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് ആദ്യം കൂടി 2 ചേട്ടന്മാരെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ആ ചുമപ്പ് ചെക്കിട്ട ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ നോക്കുകയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഓട്ടോ വിളിച്ച് കാട് കോളേജിലേക്ക് പോകുന്നു. എൻ്റെ ഇക്കാക്കാട് കോളേജിലേക്ക് പോകണം, വികാസ് കോളേജ്. അങ്ങനെ ഓട്ടോ കയറി. ഓട്ടോക്കാർക്ക് ടോക്കണൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. 5 രൂപ ടോക്കൺ എടുത്തിട്ട് വേണം നമ്മൾക്ക് ഓട്ടോ എടുക്കാൻ. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. ഫ്രണ്ടിൽ തന്നെ 2 ടീച്ചേഴ്സ്മാർ ഇരിക്കുന്നുണ്ടാവും. അവരുടെ അടുത്ത് ചെന്ന് ചോദിച്ച് ഞങ്ങളിങ്ങനെ അൻസാഫിൻ്റെ പേരൻ്റാണ്, കാണാനാന്നൊക്കെ പറഞ്ഞു ഇക്കാക്ക ഡ്യൂട്ടിക്ക് പോയേക്കായിരുന്നു. അങ്ങനെ പറഞ്ഞു നിന്നപ്പോഴാണ് 2 കൂട്ടുകാരന്മാരെ കണ്ടത്. കൂട്ടുകാരന്മാരുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിലേക്ക് ചെന്ന് ഞങ്ങൾ ഫ്രൈഡ് റൈസ് തന്നു. രാവിലെ തന്നെ ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല. ഫ്രൈഡ് റൈസും